ഇനി നമ്മൾ മാത്തമാറ്റിക്സ് കണക്കിലെ ചില ചോദ്യങ്ങളാണ്, 6 ചോദ്യങ്ങളാണ് ഞാൻ പറയുന്നത്. മാത്തമാറ്റിക്സിനെ പറയുമ്പോൾ മാത്തമാറ്റിക്സ് ഈസ് എ ക്വീൻ ഓഫ് സയൻസ് എന്നവരാണ്. മാത്രമല്ല ഇങ്ങനൊരു ചൊല്ലുണ്ട്, ടു ലേൺ മാത്തമാറ്റിക്സ് ഡു മാത്തമാറ്റിക്സ് എന്നാണ്. കണക്ക് പഠിക്കാൻ കണക്ക് ചെയ്ത് നോക്കണം, അങ്ങനെ പറയുന്നു. അപ്പോ മാത്തമാറ്റിക്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിസിക്സ് പഠിക്കണമെങ്കിൽ അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കണമെങ്കിൽ, ഹയർ കെമിസ്ട്രി ഒക്കെ പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്സ് അറിഞ്ഞിരിക്കണം. കമ്പ്യൂട്ടർ സയൻസ് പഠിക്കണമെങ്കിൽ ഗണിതമാണ്, അതിന്റെ ഹയർ ലെവലാണ് ഫിസിക്സ്. എല്ലാത്തിന്റെ ആപ്ലിക്കേഷൻ ആണ് വരുന്നത് കൂടുതൽ മാത്തമാറ്റിക്സിന്റെ. ഇപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മാത്തമാറ്റിക്സ് അങ്ങനെ പഠിക്കും, ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് dy/dx. പക്ഷെ അത് നമ്മള് ഫിസിക്സിലേക്ക് വരുമ്പോൾ അത് വെലോസിറ്റിയാണ്, അങ്ങനെയൊക്കെ വരും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ ഏതാണ്? ഏറ്റവും ചെറിയ പ്രൈം നമ്പർ അഭാജ്യ സംഖ്യ ഏതാണ്? A0, B1, C2, D3. 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. ഏക ഇരട്ട പ്രൈം നമ്പേഴ്സിൽ ഏക ഇരട്ട സംഖ്യ ഈ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അഭാജ്യ ഇരട്ട എന്ന് പറയാം, അത് മാത്രം, രണ്ട് മാത്രമേ ഉള്ളൂ. കാരണം ഘടകങ്ങൾ ഇല്ലാത്തതാണ് അഭാജ്യ സംഖ്യ. അപ്പൊ 2 ഇരട്ട സംഖ്യ ആണെങ്കിലും അതിന് വേറെ ഘടകങ്ങളൊന്നുമില്ല. ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഒരു സമഭുജ ത്രികോണത്തിന്റെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എല്ലാ കോണുകളുടെ അളവ് അത് തുല്യമാണ്. അത് എത്ര വീതമായിരിക്കും? ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ സമഭുജ ത്രികോണത്തിൽ ഓരോ കോണിന്റെയും അളവ് എത്രയാണ്? A 45 ഡിഗ്രി, B 180 180 ഡിഗ്രി, C 90 ഡിഗ്രി, D 60 60 ഡിഗ്രി. ഏതാണ് ഉത്തരം? 60 ഡിഗ്രി ഉത്തരം. കാരണം ആകെ ഒരു 180 ആണ്. എല്ലാ കോണും തുല്യം 3 കോണുണ്ട്. അപ്പോൾ 180/3 180/3 60 കിട്ടും നമുക്ക്. മൂന്നാമത്തെ ചോദ്യം, വൃത്തത്തിന്റെ വ്യാസവും ഡയമീറ്റർ നമുക്ക് D എന്ന് വിളിക്കാം, ആരവും റേഡിയസ്, വ്യാസാർത്ഥം ആരം റേഡിയസ് R എന്ന് വിളിക്കാം. ഇവ തമ്മിലുള്ള ബന്ധം എന്താണ്? ഒരു വൃത്തത്തിന്റെ ഡയമീറ്ററും ഡിയും റേഡിയസ് ആരം ആറും തമ്മിലുള്ള ബന്ധം എന്താണ്? A D = R/2. വ്യാസം എന്ന് പറയുന്നത് ആരം ബൈ ഭാഗം 2 എന്നാണ്. B വ്യാസം D = 2R. C D = R+2. D = R⁻². വേണിക്ക് കൊടുക്കുവാണ് ചോദ്യം. ഇതൊക്കെ പറഞ്ഞു നോക്കാം. 2R വ്യാസത്തിന്റെ ഇരട്ടി. ഉത്തരം ബി ആണ്. D വ്യാസം = 2R ആണ് കേട്ടോ. 2R വ്യാസാർത്ഥത്തിന്റെ ഇരട്ടി. അർത്ഥമല്ല, അത് പകുതി ഇരട്ടി. പണ്ട് വ്യാസാർത്ഥം ഞങ്ങൾ പഠിച്ചത് വ്യാസാർത്ഥമായിരുന്നു. എപ്പോഴും ആരമായിട്ട് മാറി. അതെ, അതിനൊരു കൊച്ചു പേര് കൊണ്ടിട്ട് കൊടുത്തു. റേഡിയസ്, നമ്മളൊരു വൃത്തം വരയ്ക്കുന്നത് എടുക്കുന്ന 6 എടുത്തിട്ട് റേഡിയസ് എടുത്തിട്ടാണ് വൃത്തം വരയ്ക്കുന്നത്. അതിന്റെ ഡബിൾ വ്യാസം. പൈ എന്നത് മാത്തമാറ്റിക്സിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥിരസംഖ്യയാണ്, കോൺസ്റ്റന്റ് ആണ്. അതിന്റെ അപ്രോക്സിമേറ്റ് മൂല്യം ഏതാണ്? ഏകദേശം ഉള്ള അതിന്റെ വില എത്രയാണ്? നമ്മൾ പഠിക്കുന്ന വില, അതായത് നീട്ടി പറയേണ്ട കാര്യമില്ല. ഏറ്റവും നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്ത് പറയുന്ന, ഏകദേശം പറയുന്ന ഒരു വിലയുണ്ട് പൈയുടെ. ആ വാല്യൂ ഞാനിവിടെ വായിക്കാം. A 3.14, B 2.14, C 4.13, D 1.41. പൈയുടെ വാല്യൂ 3.14 ആണ്. അത് വളരെ നിങ്ങളുള്ള ഒരു സംഖ്യയാണ്, ഞാൻ വായിക്കുന്നില്ല. 3.14 ആണ് പൈക്ക് നമ്മൾ സാധാരണ എടുക്കുന്ന വാല്യൂ. ലോകത്തിലെ എല്ലാ വൃത്തങ്ങൾക്കും ബന്ധമുണ്ടെന്നാ പറയുന്നത് ഈ പൈ കാരണം. പൈ ഇല്ലാതെ ഒരു വൃത്തമില്ല. πr² ആണ് ഒരു സർക്കിളിന്റെ വിസ്തീർണം. അഞ്ചാമത്തെ ചോദ്യം, ഒരു ചതുരത്തിന്റെ നീളം 10 സെന്റിമീറ്റർ വീതി 5 സെന്റിമീറ്ററും ആയാൽ അതിന്റെ പരപ്പളവ് എത്ര? പരപ്പളവ് ഏരിയയാണ്. പരപ്പളവ് വിസ്തീർണം എത്ര? ഒരു ചതുരത്തിന്റെ നീളം 10 സെന്റിമീറ്ററും വീതി 5 സെന്റിമീറ്ററും ആയാൽ അതിന്റെ ഏരിയ പരപ്പളവ് എത്ര? A 15 ചതുരശ്ര സെന്റിമീറ്റർ, B 30 ചതുരശ്ര സെന്റിമീറ്റർ, C 50 ചതുരശ്ര സെന്റിമീറ്റർ,
ഡി 25 ചതുരശ്ര സെന്റിമീറ്റർ. അപ്പൊ നീളം 10 വീതി 5 10x5 ചതുരം. നീളം ഗുണം വീതി. ദീർഘചതുരാണ് ഇപ്പൊ ചതുരം എന്ന് പറയുന്നത്. പണ്ട് നമ്മൾ വിസ്തീർണമെന്നാ ഞങ്ങളൊക്കെ പഠിച്ചത്. പക്ഷെ ഈ പുതിയ പാഠ്യപദ്ധതി പരിഷ്കരണം വന്നപ്പോ കുറെ പേരുകൾ മാറി, പരപ്പളവായി മാറി. പരപ്പിന്റെ അളവ്, വിസ്തീർണം കുട്ടിക്ക് പറയാൻ പ്രയാസാണെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് പറയാൻ. അപ്പൊ ഇവിടെ നീളം ടീച്ചർ പറഞ്ഞ പോലെ നീളം ഇൻറ്റു വീതി L into B എന്ന് പറയും. അപ്പൊ ഉത്തരം ഇവിടെ നമുക്ക് കിട്ടുന്നത് C ആണ്, 50 ചതുരശ്ര സെന്റിമീറ്റർ. ആറാമത്തെ ചോദ്യം, ഒരു സമചതുരത്തിന്റെ സ്ക്വയർ എന്ന് പറയും, അതിന്റെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? ഒരു സ്ക്വയറിന്റെ വശങ്ങളുടെ എണ്ണം എത്രയാണ്? A 3, B 4, C 5, D 6. ഒരു സമചതുരത്തിന്റെ വശങ്ങളുടെ എണ്ണം 4. അത് ശരിയാ, സമചതുരം. സ്ക്വയർ എന്ന് പറയാം. സമമായാലും ചതുരത്തിന് 4 വശങ്ങളല്ലേ ഉള്ളൂ. അങ്ങനെ 6 ചോദ്യം അത് കഴിഞ്ഞു. മാറ്റം മനസ്സിലായി.